വിളിച്ചാൽ വിളി പോലും കേൾക്കൂല. എന്താ ആ ശിവ എത്തിയല്ല. വാ ശിവ. ഞാൻ ശിവനെയാണ് വിളിച്ചത്. അല്ല, ശിവയെ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ വിളിക്കുന്ന പോലെയാണല്ലോ. ആണോ? എന്നാ അടുക്കളയിൽ സഹായിക്കേ. ആ ഞാൻ അവളെ അതിനാ വിളിച്ചത്. നീ പകരം വന്നതല്ലേ, ചെയ്യടാ. അല്ല, എനിക്ക് കുറെ പഠിക്കാണ്ട്, ഞാൻ പോട്ടാ. അവിടെ നിക്ക്. ഈ പഠിക്കാനുള്ള ആള് വേറെ കുറെ ആക്ടിവിറ്റീസ് അവിടെ ചെയ്യണ്ടല്ലോ, അതിനൊക്കെ സമയമുണ്ടല്ലോ. അപ്പൊ ഇവിടെ എന്നെ സഹായിക്കാം. എന്നാ പിന്നെ സഹായിക്കാം. പണി പറഞ്ഞാലല്ലേ സഹായിക്കാൻ പറ്റൂ. അവിടെ നിക്ക്, തരാം. നിക്കുന്നയാണോ പണി? വിളിച്ചാ? കൊറേ നേരമായി വിളിച്ചിട്ട് ഇപ്പഴാണോ എത്തിയത്? അല്ല, ഞാൻ കേട്ടായിരുന്നു. ഞാനൊരു ബുക്ക് നോക്കുമായിരുന്നു, അതാ വരാൻ വൈകിയ. എന്താ? അല്ല, ഇവിടെ അടുക്കളയിൽ ഒരു പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ താങ്കൾ വരാഞ്ഞോണ്ട് വേറെ ആളവിടെ പോസ്റ്റ് ചെയ്തു. ഇനി പറ്റില്ല. ഇവൻ എന്ത്? ഞാൻ അടുക്കള പണി ചെയ്ത പറ്റൂലേ? നമുക്ക് കണ്ടറിയാം. അമ്മ പണിതാ. അമ്മ അവിടെ തരാടാ, അവിടെ നിക്കടാ, പണി തരാം. എടുക്കട്ടെ. അച്ഛൻ അറിഞ്ഞില്ലേ? ചേച്ചി മെഡിക്കൽ ലീവ് എടുത്ത് പോയതുകൊണ്ട് കേശുവിന് കിച്ചണിൽ പുതിയ പോസ്റ്റ് കിട്ടി, അസിസ്റ്റന്റ് ഷെഫ്. എന്റെ കളക്ടറാണ് സർക്കാരാണ് അവനെ കൊണ്ട് അടക്കള പണി ഇരിക്കുന്നാടി. പോട്ടമ്മ. അവിടെ നിക്കടാ. ഞാൻ സഹായിക്കാം. അയ്യോ വേണ്ട, അതിനും ഭേദം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണതാ. ഒന്ന് പോയി തരാമോ? എല്ലാരും ഇവിടെ ഉണ്ടല്ലോ. എന്ത്? ആഹാ, ചേച്ചിയുടെ കുറവ് നികത്താൻ പാകത്തിന് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ നമുക്ക് കിച്ചണിൽ കിട്ടിയില്ല. ഇവൻ കറക്റ്റ് ആണ്. ഏത് സമയം അടുക്കളയിൽ ഉണ്ട് കുറയും കിടക്കണം. ഇവനെ പോലെ അടുക്കള എക്സ്പീരിയൻസ് വേറെ ലോകത്താക്കൂല. എവനാണ് അടുക്കള പണി കറക്റ്റ് ആപ്റ്റ്. ഒന്ന് വായിച്ചൊന്നു. സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ ഒന്ന് പോയി തരാമോ? ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എന്റെ പണി നന്നായിട്ട് നടക്കും. ഈ ലച്ചുണ്ടെങ്കിലുണ്ടല്ല, പണി വന്ന സമയത്ത് നടക്കാറില്ല. അവള് പാവല്ലമ്മ, അവള് പണ്ടത്തെ പോലെ നന്നായിട്ട് സഹായിക്കുന്നില്ലേ? അവള് സഹായിക്കും. അവളെ കുറ്റം പറഞ്ഞതല്ല. അവൾ ഇന്നാളെ ആ രസം ഉണ്ടാക്കിയില്ലേ? എന്ത് രസമാണ്, കാന്താരി അല്ലേ? കാന്താരി രസം നന്നായിട്ട് ഉണ്ടാക്കി, നല്ല ടേസ്റ്റും ആയിരുന്നു. അത് കൊള്ളാം. പക്ഷെ സത്യസന്ധമായിട്ട് പറഞ്ഞ ലച്ചൂര് കൈപ്പിടും തീരെയില്ല. അച്ഛൻ പറഞ്ഞ കറക്റ്റാണ് കേട്ടാ. ഈ സാധാരണ ആൾക്കാർ മുട്ട പൊരിച്ചു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ആണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. ആര് പൊരിച്ചാലും അതേ ടേസ്റ്റും ആയിരിക്കും. പക്ഷെ ലച്ചു ചേച്ചി മുട്ട പൊരിച്ചാ വേറെ ഏതോ ഒരു ടേസ്റ്റ് ആയിരിക്കും. കറക്റ്റ് ആണ് അമ്മ. ചേച്ചി ഉണ്ടല്ലോ ചില സമയത്ത് നൂഡിൽസ് ഉണ്ടാക്കുവേ, എന്നിട്ട് ചേച്ചിയുടേതായിട്ടുള്ള കുറെ പൊടിക്കൈങ്ങ് ചേർക്കും. ഉള്ളത് പറയാലോ, അത് ചേർത്ത് കഴിഞ്ഞാൽ നൂഡിൽസിന്റെ ഉള്ള ടേസ്റ്റും കൂടി പോയി കിട്ടും. എന്നിട്ട് ഇതെല്ലാം നമ്മുടെ അടുത്തൊരു ചോദ്യമാ, ശിവേ എങ്ങനെയുണ്ട്? പിന്നെ വെറുപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പറയും ആ ചേച്ചി കൊള്ളാന്ന്. അല്ലാണ്ട് ഇപ്പൊ എന്ത് പറയാനാ? അല്ല, ഇതൊക്കെ പറഞ്ഞാലും ചേച്ചിയല്ലേ നൂഡിൽസ് ഉണ്ടാക്കുന്നേ, അടിപൊളിയായിരിക്കും. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ്. ശിവ കൊള്ളാം മോളെ. എടി നന്ദിയില്ലാത്ത കുരുപ്പേ, നിനക്ക് എത്ര തവണ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കി തന്നിട്ടുണ്ടോടി? എന്നിട്ട് നീ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ തന്നെ പറയണോട്ടാ. അവനാണ് തുടങ്ങിയത്. അവനാണ് പറഞ്ഞത് ചേച്ചി മുട്ട പൊരിച്ച ഭയങ്കര ശോകമാണ്, വായി വെച്ച് തിന്നാൻ കൊള്ളത്തില്ലാന്ന്. അപ്പൊ അതിനോടനുബന്ധിച്ച് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയതുകൊണ്ട് വേറെ ഒരു കുഴപ്പമില്ല ചേച്ചി. ഇപ്പൊ നിനക്ക് മനസ്സിലായോ ഞാൻ മറ്റേ പേരിട്ടത് എന്തുകൊണ്ടാണെന്ന്? ഈ വീട്ടിൽ ആരെങ്കിലും വയ്യാതെ അവൻ നോക്കിയിരിക്കുവല്ലേ, ചുറ്റും കൂടി ഇരുന്ന് കുറ്റം പറയാനായിട്ട്. എന്നിട്ട് കൈ അടിച്ച് ചിരിക്കാൻ കുറെ ആൾക്കാരും. സത്യം പറഞ്ഞാൽ മുട്ടയുടെ കാര്യം പറഞ്ഞാൽ ഞാനാണ്. പക്ഷെ അതിന് മുമ്പ് അച്ഛൻ പറഞ്ഞായിരുന്നു ചേച്ചി കൈപ്പുണ്ണില്ലെന്ന്. ഞാനാ? നിന്റെ അമ്മ പറഞ്ഞ ലച്ചു അടുക്കളയിൽ പറഞ്ഞില്ലേ? ഒരു കുറ്റം പറഞ്ഞിട്ടില്ല. അച്ഛൻ ഞാനുണ്ടല്ലോ, പയ്യോടച്ചായിരിക്കും. അച്ഛൻ പയ്യോടച്ചായിരിക്കും. ഞാൻ പറഞ്ഞെനിക്ക് കാല് വയ്യാന്ന്. അച്ഛ അച്ഛന് ഇത്ര പോലും മനസാക്ഷിയില്ല അച്ഛാ. എന്റെ പൊന്നു മക്കളെ, ഈ കാര്യത്തിൽ ഞാൻ നിരപരാധിയാണ്. ഇത് തുടങ്ങി വെച്ച ആരെന്നറിയാം? വെറുതെ ആവശ്യം തന്നെ പറയാൻ നിൽക്കുന്നോട്ടാ. അച്ഛനാണ്, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ആരും ഇടയിൽ കേറണ്ട. അച്ഛൻ എന്തൊക്കെ പറയാലും ഞാൻ വിശ്വസിക്കൂല. മക്കളെ, കാലിൽ എണ്ണയിട്ട് തളവി കെട്ടിയത് അച്ഛനാണത് മറക്കരുത്. അതിനുശേഷം എനിക്ക് കാലിലെ വേദന കൂടിയെന്ന് ഡൗട്ട് ഉണ്ട്. ലച്ചുവേ, അത് വേണ്ട കേട്ടാ. ഗുരുകൃപയെ പഠിച്ച ശാസ്ത്രമാണ്, അതിനെ കളിയാക്കരുത്. എടി നിനക്ക് വയ്യെങ്കിൽ നീ ഒരിടത്ത് അനങ്ങാണ്ട് കിടക്ക്. നീ ഇങ്ങനെ ചുമ്മാ തുള്ളി നടക്കണത്, അതല്ലേ പ്രശ്നം ഉണ്ടാക്കണത്. കിടന്ന് ഉറങ്ങ മക്കളെ. ലച്ചു ചെല്ല്, പോയി കിടക്ക്. ശിവ എന്റെ ഫോൺ എടുത്തിട്ട് വിളിച്ചേടാ. അപ്പുറത്താണോ? ഇവിടെ സിദ്ധുവിന്റെ അമ്മയായിരിക്കും, ഒന്നും പറയാതിരിക്കരുത്. എന്താ പറഞ്ഞാല് കാലൊന്നും ചെറുതായിട്ട് വിളിക്കട്ടല്ലേ ഉള്ളൂ. നമ്മൾ അവളെ ശ്രദ്ധിക്കാത്തതാണ് ഇതൊക്കെ പറ്റിയെന്ന് പറഞ്ഞിട്ട് അവര് നമ്മളെ വഴക്ക് പറയും. സിദ്ധു ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാല് ചെറുതായിട്ടൊന്ന് ഉളുക്കിയതേ ഉള്ളൂ. ഇല്ല, ഹോസ്പിറ്റലൊന്നും പോകണ്ട. അച്ഛൻ വിളിച്ചാ? ഫോട്ടോയോ? ശരി. അല്ല, അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് സിദ്ധുവിനെ അവിടെ വിളിക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. സിദ്ധു അവിടെ തിരക്കാണല്ലോ. ശരി എന്നാ. കൊള്ള അച്ഛാ, സിദ്ധുവിനെ വിളിച്ചെല്ലാം പറഞ്ഞു കൊടുത്തല്ലേ? പിന്നെ പറയേണ്ട കാര്യങ്ങൾ കറക്റ്റാ പറയണ്ടേ അല്ലേ? പിന്നെ അറിഞ്ഞ നമ്മൾ പറയാതെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നം. അച്ഛ ഫോട്ടോ അയച്ചു കൊടുത്ത അച്ഛാ, ഇത് നോക്കിക്കാമേ.
ഈ സിദ്ധുവിന്റെ കാര്യം ഞാൻ അവനല്ലേ ഫോട്ടോ അയച്ചു കൊടുത്തത്. അവൻ തിരിച്ചെന്തിന് സിദ്ധു ലച്ചു അയച്ചു കൊടുത്തത്? ഞാൻ മുണ്ടൂരാണ്, ഞാൻ മുണ്ടൂരാ. ഞാൻ ഉറങ്ങിയപ്പോ എടുത്ത സെൽഫി ആണല്ലേ? കൊള്ളാം. നല്ല ഭാവം എന്തായാലും. കാലൊളുക്കിയിരിക്കുന്ന മകളുടെ അരികിൽ ഹൃദയവേദനയോടെ ഇരിക്കുന്ന അച്ഛൻ. മക്കളെ കൺവേ ആയില്ലേ? ഫോട്ടോ കൺവേ ആയില്ലേ? മരുമോനെ കറക്കിയെടുക്കാൻ എന്തെല്ലാം ചെപ്പടി വിദ്യകളാ കാണിക്കണേ. അതെ, എനിക്ക് അവനെ കറക്കിടക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ എൻ്റെ മുമ്പിൽ വീണ് കിടക്കുക തന്നെ. അസൂയപ്പെട്ടിട്ട് കാര്യം റെഡി. ഇതിൽ അസൂയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിന്റെ പേരിൽ ഈ സെന്റി അടിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് എന്തൊക്കെ മേടിക്കുമെന്ന്. ഇവിടെ കാര്യം പറഞ്ഞു ഞാൻ അത്രയ്ക്ക് തരംതാണോ അവനാ? മോളെ കാല് വിളിക്കാൻ ഫോട്ടോ അയച്ചു കൊടുത്ത് മരുമോനെ പൈസ കൊടുക്കി മുട്ടടിച്ച് ജീവിക്കാൻ തരടി. ഇത് നിന്റെ ചിന്താഗതിയാണ്, ചിന്താഗതി. നിന്റെ മനസ്സിലാണ് ഇങ്ങനെയൊക്കെ നീ തോന്നണത്, അല്ല ഞാനല്ല. ഡേയ്, എന്താ കാട്ടുകൊണ്ടിരിക്കണത്? എവിടെ കാട്ടുകൊണ്ടിരിക്കും? കാരണം അവളെ ഭർത്താവിൻ്റെ കാര്യമാണ്. ഞാൻ ഒരു നിന്റെ കച്ചയിലടാ, ഞാൻ ചോയടാ. അമ്മ അത് പറഞ്ഞ കുറച്ച് ഓവറായി പോയേട്ടാ. എടാ ഞാൻ തമാശക്ക് പറഞ്ഞല്ലേ. എന്ത് ദോശ? ഇതാണ് ദോശ പറഞ്ഞത്. മരുമോനെ പൈസ വാങ്ങിച്ച് തിരണാണ് ഞാൻ. അത്രയ്ക്ക് അന്തസ്സിലാണ് എനിക്ക്. പടി വേണ്ട പോയേക്കാം. കറങ്ങാതെ പോകാൻ പറഞ്ഞാൽ പോണം. ഇവിടെ കറങ്ങണത് അങ്ങനെ പറയേണ്ട ആള് പറയണം, അപ്പൊ ഞാൻ പോയില്ലേ. അച്ഛാ, അമ്മയുടെ അടുത്ത് അത്രയും ചൂടാവുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ സംസാരിച്ച മക്കളെ, അച്ഛൻ തൈലോട്ട് തടവി തുണിയൊക്കെ കെട്ടിയോണ്ടേ ഇങ്ങനെ അങ്ങ് പോയി. മക്കളുടെ കാര്യം ചെയ്യും. എൻ്റെ ഭർത്താവിനെ വിളിച്ച് പറ, ഇത് ശരിയായില്ല, ആശുപത്രി കൊണ്ട് പാർസണമെന്ന് പറ, അതിന് നല്ലൊരു തുക ചിലവാകുമെന്ന് പറ. പൈസ ഇനി അയച്ചു തരാൻ പറ. എന്തെന്ന്? ഇനി പൈസ അയച്ചു തരാൻ പറ. കിട്ടുന്ന പകുതി 50-50 നമുക്ക് എടുക്കാം. അച്ഛൻ നിക്കച്ചാ.